ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. എന്നും ഇങ്ങനെ ഉണ്ടായിരിക്കില്ല. ഓരോ ദിവസങ്ങൾ ബിസി ആയിരിക്കും, ഓരോ ദിവസങ്ങൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് ഒരു 7 മണിയാകുമ്പോൾ ഞാൻ അടുക്കളയിലോട്ട് വന്ന് ചായ വെച്ച്, ചായക്ക് കടി ഇതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, കിണ്ണത്തപ്പം എന്ന് പറയും, എല്ലാവർക്കും അറിയാം. പിന്നെ നേവരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും ചായ കുടിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നുമല്ല ഞാൻ. എപ്പോഴെങ്കിലും ഇങ്ങനെ ചായക്ക് കടി, നല്ല വിശപ്പുണ്ടായ സമയത്തും ചായക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓരോ കടി ഉണ്ടായാൽ ചായ കുടിക്കും. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്ന കിണ്ണത്തപ്പായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്റാഖിൻ്റെ സമയം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇഷ്റാഖിൻ്റെ സമയം സുബഹി നിസ്കാരത്തിന് ശേഷം, സുബഹി കളായതിന് ശേഷം സൂര്യൻ ഉദിച്ച് അരമണിക്കൂർ കഴിഞ്ഞ്, അതായത് സുബഹി കളായി സൂര്യൻ ഉദിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇഷ്റാഖിൻ്റെ സമയം. അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും നമുക്ക്. സുബഹിൻ്റെ അതായത് നിയത്ത് ഇഷ്റാഖിൻ്റെ 2 റക്അത്തായ സുന്നത്ത് നിസ്കാരത്തെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഇനി അറബിയിലാണെങ്കിൽ ഉസല്ലി സുന്നത്തി ഇഷ്റാഖ് റക്അത്തൈനി മുതവജ്ജിയ ഇലൽ ഖിബ്ല അദാ ലില്ലാഹി തആല. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലോട്ട് തിരുത്തി തരണേ ഇൻഷാ അല്ലാ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ 2 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ പുണ്യമെന്ത് മനസ്സിലാവണ്ടേ? അപ്പോൾ എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാൻ നല്ല മനസ്സിൽ ആശയുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് ഹജ്ജും ഉംറയും പരിപൂർണമായി ചെയ്ത കൂലി കിട്ടും. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ അത്ര ഈസി ആയിട്ടൊന്നും കിട്ടില്ല. അതിന് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ആ നിസ്കാരത്ത് പായിലിരുന്ന് നമുക്ക് ദിക്റും സലാത്തുകളും ഓതി, മുസ്ഹഫ് ഓതി, അതിനുശേഷം വേറെ ആരോടും ദുനിയാവിലത്തെ ഒരു കാര്യങ്ങളും സംസാരിക്കാതെയാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഞാൻ കുട്ടികളെല്ലാം സ്കൂളിൽ പോകാൻ വേണ്ടി വെള്ളം വെച്ച് കെട്ടലിൽ, എന്നിട്ട് അടുക്കളയിൽ നൈറ്റ് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാം റെഡി ആക്കണമല്ലേ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ അരിയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മിക്സിയിൽ ദോശൻ്റെ മാവൊന്ന് അരച്ചെടുക്കാം. പിന്നില്ലേ, ഇഷ്റാഖിൻ്റെ നിസ്കാരവും ളുഹാ നിസ്കാരവും രണ്ടും വേറെ വേറെയാണ് കേട്ടോ. അപ്പോൾ ആ രണ്ടും ഒന്നല്ല, ആ 2 സമയങ്ങളും ഈ ഇഷ്റാഖിൻ്റെ സമയം കഴിഞ്ഞ പിന്നാണ് വരാൻ പോകുന്നത് ളുഹായിൻ്റെ സമയം. ളുഹായിൻ്റെ സമയം ളുഹർ വാങ്ങിന് മുമ്പ് വരെ സമയമുണ്ട്. പക്ഷേ ഇഷ്റാഖിൻ്റെ സമയം സൂര്യനുദിച്ച് 20 മിനിറ്റിൽ തീർന്നു പോകും. അപ്പോൾ ദോശൻ്റെ മാവെല്ലാം ഒന്ന് റെഡിയായി കിട്ടി, നമുക്ക് ദോശ വയ്ക്കാം. അപ്പോൾ ഈ ദോശക്ക് കുറേ പേരുണ്ട് കേട്ടോ. നീർദോശ എന്ന് പറയും, പിന്നെ ചീല എന്ന് പറയും, പിന്നെ പൂപ്പോളയെന്ന് പറയും. പക്ഷെ ഇതിൽ പൂ ഞാൻ കണ്ടിട്ടില്ല. എനിക്കില്ലേ ഈ ദോശ വയ്ക്കാൻ അറിയില്ല കേട്ടോ. അപ്പം ഞാനതാ ഇങ്ങനെ എല്ലാം ആക്കി ഒരു ദോശ ആക്കി എടുക്കും. ആർക്കെല്ലാം ദോശ വയ്ക്കാൻ അറിയില്ല അവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഇഷ്റാഖിൻ്റെ സമയത്ത് ഉറങ്ങാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ ഇഷ്റാഖിൻ്റെ സമയത്ത് ഉറങ്ങുന്നവരെ കാര്യം വേണ്ട, ഉറങ്ങാതിരിക്കാം. ആ കാര്യം എന്താണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇഷ്റാഖിൻ്റെ സമയത്ത് ഉറങ്ങിയാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെനിഫിറ്റ് ഇല്ലാതായി പോകും. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മളെ റിസ്ക് വിശാലമാകും. പിന്നെ നമുക്ക് ബറക്കത്ത് തരുന്ന സമയമാണ് ഇഷ്റാഖിൻ്റെ സമയവും മഗ്രിബിൻ്റെ സമയവും. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് സമയം. ആ സമയത്താണല്ലോ നമ്മളിരുന്ന്
വല്ലതും പറഞ്ഞു പോകുന്നത്. ആ സമയത്തൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ സുബഹിൻ്റെ സമയത്തൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് എല്ലാം ഒന്ന് പ്രിപ്പയർ ആക്കി കൊടുക്കുകയാണ്. കറി ഉണ്ടാക്കുന്ന പണിയൊന്നും ഉണ്ടായില്ല. നൈറ്റ് വെജ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ച് നാഷ്ട ഒന്ന് പ്രിപ്പയർ ആക്കി കൊടുത്ത്. ഇപ്പം മറന്നുപോയി, എനിക്ക് ഒന്ന് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അതൊന്ന് കട്ടാക്കി അതും ബോക്സിലോട്ടാക്കി കൊടുക്കുകയാണ്. അൽഹംദുലില്ലാ, അതും റെഡിയായി കിട്ടി. ഇന്ന് ഞാൻ 3 ബോക്സ് പ്രിപ്പയർ ആക്കിന് കേട്ടോ. പക്ഷെ ഞാൻ 2 കാണിച്ചതും മോൻ്റെ ബോക്സും മോളെ ബോക്സും മാത്രം കാണിച്ചു. ഇന്നൊന്ന് മദർ ഇൻ ലാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സെയിം ബോക്സ് തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. ഇവിടെ എങ്ങനെ അറിയോ, എല്ലാവരും ഉപ്പയും മക്കളും മദർ ഇൻ ലായും എല്ലാം ഒന്നിച്ചിട്ട് ഇറങ്ങിയിട്ട് പോകട്ടെ. അപ്പം നല്ല തിരക്കായിരിക്കും. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിട്ട്. ഏത് വർഷമാണ് ആദ്യമായിട്ട് ബാങ്ക് കൊടുക്കാൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? അപ്പോൾ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാത്തവരൊന്ന് ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആര് കമൻറ്റ് ചെയ്യാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അത് ഫ്രീ ആണ് കേട്ടോ, എല്ലാവർക്കും ഒന്ന് കമൻറ്റ് ചെയ്യുക. അൽഹംദുലില്ലാ, ഒരു 70 എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 70 കമൻറ്റിൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ആക്കുന്നേ. അപ്പോൾ മോൻക്ക് നാഷ്ട കൊടുക്കലാണ് കേട്ടോ ഇത്. ദോശയും 2 പപ്പായ ഉണ്ടായിരുന്നു, 2 കഷ്ണം പപ്പായയും. നമുക്ക് വെജ്ജസ് ഒന്നും ആവില്ല. അപ്പോൾ അവൻ്റെ വാൻ വന്ന് നാഷ്ടൊക്കെ കഴിച്ച് വാനിലോട്ട് പോയി. ഇപ്പോൾ പുറത്ത് നോക്കുന്ന സമയത്തില്ലേ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നല്ല മഞ്ഞ് ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ വീടൊന്ന് തൂത്തുവാരി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഈ പൂച്ച ഉണ്ടല്ലേ, ഞാൻ എപ്പോൾ അടിച്ച് വാരാൻ നിന്നാലും അതിന് കളിപ്പിക്കാമെന്ന് തോന്നുന്നു, ഞാൻ വിചാരിക്കുന്നതാണല്ലോ. അപ്പോൾ വന്നതാ ആ മാച്ചിലോട്ട് എപ്പോൾ നോക്കിയാലും കളി തന്നെ. ഇപ്പോൾ 3 പൂച്ചയുണ്ട് കേട്ടോ, ഒരു ഉമ്മയും 2 മക്കളും. രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ എൻ്റെ ബാക്കിൽ തന്നെ കൂടുവട്ട. ഈ 3 എണ്ണയും ഒരു കപ്പ് പാൽ കൊടുത്താൽ അത് കുടിച്ചിട്ട് ഇതാ കളിക്കാൻ തുടങ്ങിയ പിന്നെ കളി തന്നെ. നല്ല സ്നേഹമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ ഉണ്ടോ? അൽഹംദുലില്ലാ, ഓരോരോ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഒരു 10 മണിയാകുന്നതുവരെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുത്ത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. അതുവരെ be happy and be positive. Bye bye.